6 വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് സിജോ ജോണും ലിനുവും. ബിഗ് ബോസിൽ മത്സരിച്ചതോടെയാണ് സിജോയെക്കുറിച്ച് പ്രേക്ഷകർ കൂടുതലായി മനസ്സിലാക്കിയത്. മോഡലിംഗും അഭിനയവും മാത്രമല്ല, ഫിറ്റ്നസിനും അങ്ങേയറ്റത്തെ പ്രാധാന്യമാണ് സിജോ നൽകുന്നത്. കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം അദ്ദേഹം വ്ലോഗിലൂടെയും പങ്കുവെക്കാറുണ്ട്. പ്രണയിനിയെ പരിചയപ്പെടുത്തിയത് മുതലുള്ള വിശേഷങ്ങളെല്ലാം വീഡിയോയിൽ പങ്കിടുന്നുണ്ട് സിജോ. വർഷങ്ങളായുള്ള പ്രണയം വിവാഹത്തിൽ എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഇരുവരും. വിവാഹ വിശേഷങ്ങളും ഹണിമൂൺ യാത്രകളെക്കുറിച്ചുമെല്ലാം ഇരുവരും വാചാലരായിരുന്നു. എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും ഇഷ്ടത്തിലായത് എന്നതിനെക്കുറിച്ചും ഇവർ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോഴത്തെ പ്രണയകഥയിലെ പ്രധാന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇരുവരും. ആദ്യം വളയ്ക്കാൻ നോക്കിയത് ഭാര്യയുടെ കൂട്ടുകാരിയെ എന്ന ക്യാപ്ഷനോടെയാണ് പുതിയ വീഡിയോ പങ്കുവച്ചത്. സത്യത്തിൽ ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ലെന്നായിരുന്നു ലിനു പറഞ്ഞത്. ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാൻ പറ്റിയിരുന്നില്ല ലിനുവിന്. ആ വിഷമം പങ്കിട്ടപ്പോൾ ആശ്വസിപ്പിച്ച് സിജോ കൂടെയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അടുത്തത്. മെയ് 28-നായിരുന്നു ആദ്യമായി വീഡിയോ കോൾ ചെയ്തത്. അതാണ് ഞങ്ങൾ ആനിവേഴ്സറിയായി ആഘോഷിക്കുന്നത്. അത് കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ വന്നത്. അന്ന് നേരിൽ കാണാനായി തീരുമാനിച്ചിരുന്നു. ലിനുവിനെ പ്രപ്പോസ് ചെയ്യണം, ഞങ്ങൾക്കിടയിലെ ഇഷ്ടം ഇന്ന് തുടങ്ങണം എന്നൊക്കെയാണ് അന്ന് കരുതിയത്. സംസാരത്തിനിടയിൽ ലിനുവിന് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഞാൻ പ്രപ്പോസ് ചെയ്യണ്ടല്ലോ. എങ്ങാനും ലിനു വെയിറ്റിട്ടാൽ ഞാൻ ഇനിയും കാത്തിരിക്കണമല്ലോ. പുറകെ നടന്ന് ഇനി വളയ്ക്കേണ്ടി വന്നാൽ പണിയാകും. ഞാൻ ആദ്യം നോക്കാൻ തീരുമാനിച്ചത് ലിനുവിൻ്റെ കൂട്ടുകാരിയെയായിരുന്നു. എന്നോടും ആദ്യം കണ്ടപ്പോൾ സംസാരിച്ചത് കൂട്ടുകാരിയെക്കുറിച്ചാണെന്നായിരുന്നു ലിനുവും പറഞ്ഞത്. അങ്ങനെ ഒരു ട്വിസ്റ്റും കൂടി ഞങ്ങളുടെ പ്രണയത്തിലുണ്ട്. പുറകെ നടന്ന് പ്രപ്പോസ് ചെയ്ത് ലിനുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കേണ്ടതില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാനൊരു ഉമ്മ കൊടുത്തത്. സിജോ എന്നൊക്കെയായിരുന്നു അന്ന് എന്നെ വിളിച്ചിരുന്നത്. സൗഹൃദത്തിനും അപ്പുറം ഒരു ഇഷ്ടമുണ്ടെന്ന് അറിയിക്കണമല്ലോ. പോകുമ്പോൾ ഒന്ന് ഉമ്മ വെച്ചിട്ട് പോകാമെന്ന് കരുതി. ഒന്നുകിൽ എന്നെ ചീത്ത വിളിച്ച് സൗഹൃദം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കും. ഇതൊക്കെ എൻ്റെ മനസ്സിലൂടെ പോയ കാര്യങ്ങളായിരുന്നു. ഉമ്മ വെച്ച് ഒന്നും പറയാതെ ഞാൻ അങ്ങ് പോയി എന്നും സിജോ പറഞ്ഞിരുന്നു. ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാണ് ഉമ്മ തന്നതെന്നായിരുന്നു ലിനു പറഞ്ഞത്. വീട്ടിലെത്തിയപ്പോഴാണ് പിന്നെ ലിനുവിനെ വിളിച്ചത്. താൻ എന്താടോ കാണിച്ചതെന്നായിരുന്നു ആദ്യം ചോദിച്ചത്. എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഉമ്മ വെച്ചതെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ലിനു പിന്നെ അധികം സംസാരിച്ചിരുന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി എന്നും പറഞ്ഞിരുന്നു. ലിനുവിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോഴാണ് കൂട്ടുകാരിയെ കണ്ടത്. കൂട്ടുകാരിയെ നോക്കിയാലോ എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അതിനെക്കുറിച്ച് പിന്നീടാണ് ലിനുവിനോട് പറഞ്ഞത്. അതോടെ ലിനു ആ ഫോട്ടോ മാറ്റുകയും ചെയ്തു. ആരാണ് ആ സുഹൃത്തെന്ന് ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. പ്രണയം പറഞ്ഞപ്പോൾ വീട്ടുകാർ സമ്മതിക്കുമോ എന്ന തരത്തിലുള്ള ആശങ്ക അലട്ടിയിരുന്നു. അന്നെനിക്ക് യൂട്യൂബർ എന്നൊരു മേൽവിലാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വിദ്യാഭ്യാസം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതായിരുന്നു. അതെല്ലാം ഓക്കെ ആയി. അന്നും ഇന്നും എനിക്ക് ലിനുവിനെ ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന സംസാരം ഉണ്ടായിട്ടില്ല. നാച്ചുറലി സംഭവിച്ചതാണ് അത്. സിജോയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണോ എന്ന് ചോദിച്ചപ്പോൾ പ്രപ്പോസ് ചെയ്യിപ്പിക്കണമെന്നായിരുന്നു കൂട്ടുകാർ പറഞ്ഞത്. പ്രപ്പോസലൊന്നുമില്ലാതെയാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങിയത്.